ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചും അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മാഡം, എന്താണ് പാർക്കിൻസൺസ് എന്നറിയപ്പെടുന്ന ഈ രോഗാവസ്ഥ? നമ്മുടെ ശരീരത്തിലെ വിവിധ മാംസപേശികൾ, അത് കണ്ണിലെ ഇമകളാകട്ടെ, വിഴുങ്ങാനുള്ള മസിലുകളാകട്ടെ, മുഖത്തെ മാംസപേശികളാകട്ടെ, കൈകാലുകളുടെ ചലനങ്ങളെ ആകട്ടെ, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ചലനകേന്ദ്രം തലച്ചോറിനുള്ളിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഒരു സ്ഥലമാണ്. ഈ ബേസൽ ഗാംഗ്ലിയയിലെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം നടത്താൻ ഡോപ്പമിൻ എന്ന ഒരു രാസവസ്തു അനിവാര്യമാണ്. ബേസൽ ഗാംഗ്ലിയെ ബാധിക്കുന്ന വിവിധതരം രോഗങ്ങൾ, അതായത് തലച്ചോറിനുള്ളിലൊരു മസ്തിഷ്കാഘാതമോ തലച്ചോറിനുള്ളിലുള്ള അണുബാധയോ പരിക്കുകളോ ഒക്കെ തന്നെ ഈ ബേസൽ ഗാംഗ്ലിയയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഈ രോഗലക്ഷണങ്ങൾ നമ്മുടെ ചലനങ്ങളുടെ വേഗതയും കൃത്യതയും കുറയാൻ കാരണമാകാം. ഇവയെ നമ്മൾ പാർക്കിൻസോണിസം എന്ന് പറയുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ഡോപ്പമിൻ്റെ അളവ് കുറയുമ്പോൾ ചലനത്തിൻ്റെ വേഗതയും കൃത്യതയും നഷ്ടപ്പെടുന്ന രോഗത്തെയാണ് നമ്മൾ ഇഡിയോപ്പതിക് പാർക്കിൻസൺസ് ഡിസീസ് അഥവാ പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. മാഡം, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? പാർക്കിൻസൺസ് രോഗമുള്ള ഒരു വ്യക്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്നാൽ അവരുടെ ചലനങ്ങളുടെ വേഗത കുറയുക. മുൻപ് ചെയ്തിരുന്ന പ്രവർത്തികളിലെല്ലാം പഴയത്ര വേഗത കിട്ടാതെ വരിക. അത് എഴുതുന്നതിലാകാം, പല്ല് തേക്കുന്നതിലാവാം, നടക്കുന്നതിലാകാം, എല്ലാ ചലനങ്ങളിലും അവർ മറ്റുള്ളവരെക്കാൾ പിന്നോട്ട് പോവുക. ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷണം. ഇതിനോടൊപ്പം മറ്റ് 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാണാം. ഒന്ന് വിറയലാണ്. അത് ഒരു വശത്താണ്, ശരീരത്തിൻ്റെ ഒരു വശത്താണ് ആദ്യം ആരംഭിക്കുക. കൂടുതലും കൈകളിലായിരിക്കാം, കാലിലോ മുഖത്തോ, അതായത് താടിക്ക് ചുറ്റുമോ ആരംഭിക്കുന്നവരുമുണ്ട്. ഇത് പ്രധാനമായിട്ടും വിശ്രമാവസ്ഥയിൽ വെറുതെ ഇരിക്കുമ്പോൾ കൈവിരലുകൾ വിറയ്ക്കുന്നതായിട്ട് കാണാം. തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് ഒരു ഗുളിക ഉരുട്ടുന്ന പോലെ കാണപ്പെടാം. രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്ന സമയത്തും ഈ വിറയൽ കാണപ്പെടാം. അടുത്തൊരു ലക്ഷണം മാംസപേശികളുടെ ഒരു മുറുക്കമാണ്. നമ്മൾ കൈ പിടിച്ച് നോക്കുമ്പോൾ മറ്റേ കൈ പോലെ ഈ കൈക്കൊരു അയവ് കാണില്ല. മാംസപേശികൾ ഒരു വലിഞ്ഞു മുറുകിയതുപോലെ തോന്നാം. 4-മത്തൊരു രോഗലക്ഷണം പ്രധാനമായിട്ട് ഇവർക്ക് ബാലൻസിനുള്ള ബുദ്ധിമുട്ട്. അതായത് ചെറുതായിട്ടൊന്ന് തള്ളിയാൽ പോലും ഇവർ ചിലപ്പോൾ മറിഞ്ഞു വീഴാം. കസേരയിൽ നിന്ന് എണീക്കുമ്പോഴോ ഒന്ന് ചരിയുമ്പോഴോ പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴാനുള്ള സാധ്യതയുണ്ടാകും. ഇത് 4-മാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പക്ഷേ രോഗം മൂർച്ഛിച്ച് വരുന്നതനുസരിച്ച് ഇവരിൽ പലർക്കും മറവി രോഗം ഉണ്ടാകാം, തുടർച്ചയായ വീഴ്ചകളുണ്ടാകാം, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ആദ്യ ലക്ഷണങ്ങളായി പലപ്പോഴും ഈ ചലനത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ മറ്റ് ചില രോഗലക്ഷണങ്ങൾ 10-15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർക്കുണ്ടാവാം. പ്രധാനമായിട്ടും ഇവർക്ക് പലപ്പോഴും ഗന്ധമറിയാനുള്ള ബുദ്ധിമുട്ടും ഗന്ധം തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകാം. പലർക്കും മലശോധന കുറവായിരിക്കാം, ഉറക്കത്തിനുള്ള ബുദ്ധിമുട്ട്, ഉറക്കത്തിൽ അക്രമ സ്വഭാവമുള്ള സ്വപ്നങ്ങൾ കാണുകയും അവർ അക്രമാസക്തരാവുകയും ചെയ്യാം. മറ്റു ചിലരിലാണെങ്കിൽ വിഷാദം, അമിതമായ ഭയം, ഉത്കണ്ഠ തുടങ്ങിയ ലക്ഷണങ്ങളും ഈ ചലന ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇത്തരം രോഗികൾക്കുണ്ടാവും. പലരിലെയും കൈയക്ഷരം പതിയെ ചെറുതായി വരുന്നത് പോലെ കാണാം. നടക്കുമ്പോൾ അവർ കൈ വീശി, പഴയതുപോലെ വീശി നടക്കാത്ത പോലെ ഒരു കൈയുടെ ചലനം മറ്റു കൈയെ അപേക്ഷിച്ച് വീശുന്ന കുറവായിട്ടും തോന്നും. ഇതെല്ലാം വളരെ ചെറിയ ലക്ഷണങ്ങളാണ്, പലപ്പോഴും ആദ്യം ശ്രദ്ധയിൽ പെടണമെന്നില്ല. മാഡം, അതുപോലെ തന്നെ ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? കൃത്യമായിട്ടുള്ളൊരു കാരണം നമ്മൾ പാർക്കിൻസൺസ് രോഗത്തിന് കണ്ടെത്തിയിട്ടില്ല. പ്രധാനമായിട്ടും നമ്മളുടെ ചില അനുമാനങ്ങളാണ്. അതിലൊന്ന് ഒരാളുടെ ജനിതക ഘടന. നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ജനിതക ഘടനയുണ്ട്. അത് ചിലരിൽ അത് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നതായി കണ്ടിട്ടുണ്ട്, ചില പ്രത്യേക ഘടനകൾ. മറ്റു ചില പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങളാണ്. അതായത് വായുമലിനീകരണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് പാർക്കിൻസൺസ് രോഗം കൂടുതലായിട്ട് വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അമിതമായി കീടനാശിനികളുമായിട്ടുള്ള സമ്പർക്കം കൂടുതലായിട്ടുള്ളവർ, അത് കൃഷി ആവശ്യത്തിനാവാം, അല്ലെങ്കിൽ കീടനാശിനികളുള്ള കിണറ്റിലെ വെള്ളം കുടിക്കുന്നത് കൊണ്ടാവാം. അങ്ങനെ ദീർഘനാൾ ഇങ്ങനെ കീടനാശിനികളുമായിട്ടുള്ള സമ്പർക്കം കൂടുതലുള്ളവരിലും പാർക്കിൻസൺസ് രോഗം കൂടുതലായിട്ട് വരാം എന്ന് ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ കൃത്യമായ പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. മാഡം, ഒരാൾക്ക് പാർക്കിൻസൺസ് രോഗമുണ്ടോ എന്ന് എങ്ങനെയാണ് നിർണ്ണയിക്കുവാൻ കഴിയുക?
നമ്മൾ പാർക്കിൻസൺസ് രോഗമാണ് എന്ന് നിർണ്ണയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രോഗ പരിശോധനയാണ്. രോഗിയും കൂടെയുള്ളവരും തരുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. അതിനെ അടിസ്ഥാനമാക്കി രോഗിക്ക് വേണ്ട വളരെ വിശദമായിട്ടുള്ള ന്യൂറോളജിക്കൽ പരിശോധനയിലൂടെ ഈ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് ഈ രോഗം സ്ഥിരീകരിക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം. പക്ഷേ തലച്ചോറിനുള്ളിൽ ഒരു പക്ഷേ മുഴയോ രക്തസ്രാവമോ ഒക്കെ കൊണ്ടും ഇത്തരം ലക്ഷണങ്ങൾ വരാം. അതിനെയാണ് നമ്മൾ പാർക്കിൻസോണിസം എന്ന് പറയുന്നത്. ഇത്തരം കാരണങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ തലച്ചോറിൻ്റെ MRI സ്കാൻ പരിശോധന ചെയ്യാറുണ്ട്. കൂടാതെ ഈ ഡോപ്പമിൻ എന്ന കെമിക്കലിൻ്റെ അളവ് കുറയുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനുള്ള ന്യൂക്ലിയർ ഇമേജിംഗ് ടെക്നിക്സും പെറ്റ് സ്കാൻ തുടങ്ങിയവയും നമുക്കിന്ന് ലഭ്യമാണ്. പക്ഷേ രോഗം സ്ഥിരീകരിക്കാൻ ഈ രോഗിയുടെ ശരീര പരിശോധനയാണ് ഏറ്റവും അനിവാര്യം. പാർക്കിൻസൺസ് രോഗത്തിന്റെ ചികിത്സാ രീതികളെക്കുറിച്ച് ഒന്ന് പറയാമോ മാഡം? പ്രധാനമായിട്ടും ഈ രോഗമുണ്ടാവുന്നത് തലച്ചോറിനുള്ളിലുള്ള ഈ കോശങ്ങൾ ദ്രവിക്കുകയും ഡോപ്പമിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് കാലക്രമേണ പതിയെ മാസങ്ങളും വർഷങ്ങളും കൊണ്ട് ക്രമേണയെ ഈ രോഗം മൂർച്ഛിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടതായി വരും. ചെറിയ അളവിൽ തുടങ്ങി ക്രമേണ അളവ് കൂട്ടി, പക്ഷേ ഈ രോഗലക്ഷണം ഏതാണ്ട് നിശേഷമില്ലാത്ത രീതിയിൽ നമുക്കിവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും രോഗിക്ക് ഒരു മറ്റേതൊരാളെ പോലെയുള്ളൊരു ജീവിതം നയിക്കാൻ ഇവർക്ക് കഴിയും. ഇതിനോടൊത്ത് ഇവർക്ക് പല പെരുമാറ്റ വ്യത്യാസങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകാം. അതിനുള്ള മരുന്നുകൾ നമുക്ക് നൽകേണ്ടി വരും. ഇപ്പോൾ ഡോപ്പമിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നമ്മൾ ലീവോഡോപ്പ എന്ന് പറയുന്ന ഒരു മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലീവോഡോപ്പ ശരീരത്തിൽ വെച്ച് ഡോപ്പമീനായിട്ട് മാറുന്നു. അത് തലച്ചോറിൽ ചെല്ലുകയും ഡോപ്പമിൻ്റെ കുറവ് നികത്തുകയും ചെയ്യുന്നു. ഈ ലിവഡോപ്പ അല്ലെങ്കിൽ ലിവഡോപ്പ പോലെ പ്രവർത്തിക്കുന്ന ചില മരുന്നുകൾ, ലിവഡോപ്പ ശരീരത്തിൽ ചെന്ന് ഈ ഡോപ്പമിൻ കൂടുതൽ നേരം രക്തത്തിൽ നിലനിൽക്കാനുള്ള, അത് വിഘടിച്ച് പോകാതിരിക്കാനുള്ള മരുന്നുകൾ എന്നിവയാണ് പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതികൾ. ഈ മരുന്നുകൾ കൃത്യമായ സമയത്ത് കൃത്യമായ ഇടവേളകളിൽ തന്നെ രോഗിക്ക് കൊടുക്കണം. കാലം കഴിയും തോറും ഇത് കൂടുതൽ അളവിൽ വേണ്ടി വന്നേക്കും. ചില രോഗികളിൽ 10-15 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ രോഗം പെട്ടെന്ന് മൂർച്ഛിക്കുന്നതായി കാണാം. ഈ മരുന്നിൻ്റെ അളവ് എത്ര ചെന്നാലും 24 മണിക്കൂറും രോഗലക്ഷണം ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ വർഷങ്ങൾ കഴിയുമ്പോൾ ഇല്ലാതാകാം. അത്തരം രോഗികളിലും ചിലർക്ക് അമിതമായ ചലനങ്ങൾ ഉണ്ടാകാം. അതായത് ഈ മരുന്ന് കഴിച്ച് കുറച്ച് നേരത്തിനുള്ളിൽ കൈകാലുകളും മുഖവും എല്ലാം ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്നത് പോലെ കാണാം. അപ്പോൾ അത്തരം രോഗികളിലും ചിലപ്പോൾ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി, അതൊരു സർജിക്കൽ ചികിത്സാ രീതിയാണ്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ പോലെ ബ്രെയിനിനും ഒരു പേസ് മേക്കർ ഘടിപ്പിക്കുന്ന ചികിത്സാ രീതിയാണ്. അത് ആ പേസ് മേക്കർ ഉപയോഗിച്ച് തലച്ചോറിനുള്ളിൽ ബേസൽ ഗാംഗ്ലിയയിലെ വൈദ്യുത തരംഗങ്ങളെ നിയന്ത്രിക്കുന്നത് വഴി ഒരു നോർമലായിട്ടുള്ള ചലനം ചില രോഗികൾക്ക് സാധ്യമാകും. ഇതാണ് പ്രധാനമായിട്ടും പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ചികിത്സാ മാർഗങ്ങൾ. മാഡം, ഈ രോഗം നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന സങ്കീർണതകൾ എന്തെല്ലാമാണ്? നമ്മൾ കൃത്യമായ സമയത്തിൻ്റെ ചികിത്സ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, രോഗിക്ക് അവരുടെ ജീവിത നിലവാരം മറ്റേതൊരാളെ പോലെയും അതുപോലെ തന്നെ നിലനിർത്താൻ കഴിയും. അത് അയാളുടെ മാനസിക നിലവാരത്തെയും മെച്ചപ്പെടുത്തുന്നതായിരിക്കും. പാർക്കിൻസൺസ് രോഗം കൃത്യമായ സമയത്ത് ചികിത്സ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ മാംസപേശികൾ നല്ല മുറുക്കമാവാനും സന്ധികൾ കൂടി ചേർന്ന് പോകാനും ജോയിൻറ്റുകൾ നല്ലപോലെ ചേർന്ന് പോകാനും പിന്നീട് അത് നിവർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് രോഗിക്ക് ആ ജോയിൻറ്റിലെ നീരും വേദനയൊക്കെ ഉണ്ടാക്കുകയും അത് തുടർന്ന് സ്ഥിരമായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ രോഗം കൂടി ചെല്ലുന്തോറും ഈ രോഗിയുടെ വീഴ്ചകളുടെ സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രായം ചെല്ലുന്ന ഒരാൾ വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സന്ധികൾക്ക് പരിക്ക് പറ്റാം, എല്ലുകൾ ഒടിയാം, തലയോട്ടിക്ക് പരിക്ക് പറ്റാം. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഈ രോഗിക്ക് പിന്നാലെ ഉണ്ടാവും. അതുപോലെ ഇവർക്ക് മറവി ഉണ്ടാകാം വർഷങ്ങൾ കഴിയുമ്പോൾ. മറവിയും സ്വഭാവത്തിലെ വ്യത്യാസവും ഇവർക്ക് പൊതുജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ സ്വഭാവം, പെരുമാറ്റം, മറവി ഇവയെല്ലാം നിയന്ത്രിച്ച് നിർത്താനുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഇവയെല്ലാം കൂടി ഉപയോഗിക്കുന്നത് കൃത്യമായ രീതിയിൽ കൃത്യമായ നിർദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുന്നത് ഇവരെ ഒരു നോർമൽ വ്യക്തിയെ പോലെ ജീവിക്കാൻ സഹായിക്കും. മാഡം, അതുപോലെ തന്നെ പാർക്കിൻസൺസ് ബാധിച്ച ഒരു രോഗിയെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ആദ്യകാലങ്ങളിൽ അവർ പലപ്പോഴും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്വയം പര്യാപ്തരായിരിക്കും. ആവുന്നിടത്തോളം കാലം രോഗിയെ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അത് അവരെ കുറച്ചുകൂടി ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സപ്പോസ് രോഗി ഈ മരുന്നുകൾ കൃത്യസമയത്ത് എടുത്ത് കഴിക്കാൻ മറക്കുന്നവരാണ് അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കൂടെയുള്ളവർ കൃത്യമായ സമയത്ത് അവർക്ക് ആ മരുന്ന് എടുത്ത് കൊടുക്കണം. ഈ ലീവഡോപ്പ മരുന്ന് പ്രത്യേകിച്ചും ആഹാരത്തിനോടൊപ്പം കൊടുക്കാൻ പാടില്ല. അത് ആഹാരത്തിന് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മുന്നേയും 2 മണിക്കൂർ ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പാലോ അല്ലെങ്കിൽ ഒരുപാട് പ്രോട്ടീനുള്ള ആഹാരത്തിനോടൊപ്പം യാതൊരു കാരണവശാലും ലീവോഡോപ്പ മരുന്ന് കൊടുക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ഈ മരുന്ന് കൃത്യസമയത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ
അവർക്ക് വീഴ്ചകളുടെ സാധ്യത, സമയം ചെല്ലുന്തോറും വീഴ്ചകളുടെ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ വീഴ്ചയുണ്ടായി പരിക്ക് പറ്റാതെ പ്രത്യേകം സൂക്ഷിക്കണം. ഉദാഹരണത്തിന് മുറിയിൽ തുണി കിടക്കുകയോ അല്ലെങ്കിൽ കയറ്റുപായിൽ തട്ടി വീഴുകയോ വെള്ളത്തിൽ ചവിട്ടി വീഴുകയോ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുറിയിലെ ഭിത്തികളിലും ബാത്റൂമിലെ ഭിത്തികളിലും കൈവരി കൊടുക്കുന്നത് അവർ അത് പിടിച്ച് നടക്കുമ്പോൾ മറിഞ്ഞ് വീണ് പരിക്ക് പറ്റാതിരിക്കാൻ അവരെ സഹായിക്കും. അതുപോലെ ഫേർണിച്ചേഴ്സ് അറ്റം മൂർച്ചയുള്ളതാണെങ്കിൽ അത് മൂർച്ച കുറഞ്ഞതോ പേപ്പർ കൊണ്ട് കവർ ചെയ്യുകയോ ചെയ്യണം. ഇവർ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ സ്പീഡ് കുറവായിരിക്കും, സംസാരത്തിന് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ഷമ നശിക്കാതെ അവരെ പറയുന്നത് ക്ഷമയോടുകൂടി കേൾക്കാൻ നമ്മുടെ പെരുമാറ്റത്തിലും നമ്മളത് പുലർത്തേണ്ടിയിരിക്കുന്നു. ആ മിതത്വം നമ്മൾ പുലർത്തേണ്ടതുണ്ട്. മറവി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ മറവിയെ അവരെങ്ങനെയും അതിജീവിക്കാനുള്ള രീതിയിൽ അവരെ നമ്മൾ സഹായിക്കണം. ചെറിയ കാര്യങ്ങൾ ചെറിയ നോട്ടുകൾ ഉപയോഗിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവർക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സഹായിക്കും. അതുപോലെ ഈ പല രോഗികൾക്കും മുറികൾ തമ്മിലൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഒരു മുറിയുടെ വാതിലിന് മുന്നിൽ ഇതേതാണ് മുറി എന്നുള്ള ഒരു സൂചന കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്റ്റിക്കർ പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുറികളുടെ കൺഫ്യൂഷനും കുറഞ്ഞു കിട്ടും. അപ്പോൾ എത്രത്തോളം ഈ രോഗി സ്വന്തം കാര്യങ്ങൾ സ്വയം പര്യാപ്തനാവുകയും ആക്റ്റീവായിരിക്കുകയും ചെയ്യുന്നിടത്തോളം അവർ കുറച്ചുകൂടി ആത്മവിശ്വാസമുള്ള രീതിയിൽ അവർക്ക് ആ രോഗത്തെ നേരിടാൻ കുറച്ചുകൂടി ഒരു ശക്തി കിട്ടും. മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കൾക്കായി ഒരു സന്ദേശം നൽകാമോ? അതായത് ഏതൊരു രോഗം കണ്ടാലും നമ്മളത് കൃത്യമായ ചികിത്സ തേടേണ്ടതുണ്ട്. കൃത്യസമയത്ത് ഡോക്ടറെ കണ്ട് കൃത്യമായ രോഗചികിത്സ തേടണം. അതോടൊപ്പം തന്നെ അവരുടെ ആഹാര രീതി, വ്യായാമം ഇതെല്ലാം കൃത്യമായ രീതിയിൽ വേണം. ഇത് തലച്ചോറിന് ദ്രവിക്കുന്നത് കൊണ്ടുള്ള ഒരു രോഗമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഡയറ്റിന് ഒരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മൈൻഡ് ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റാണ് പ്രധാനമായും ഇത്തരം തലച്ചോറ് ദ്രവിച്ചു പോകുന്ന രോഗങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇലക്കറികൾ കൂടുതലായി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. നട്ട്സ്, കപ്പലണ്ടി അല്ലെങ്കിൽ ബദാം അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് എന്നിവ കഴിയുന്ന രീതിയിൽ ഉൾപ്പെടുത്തുക. ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ മുഴുധാന്യങ്ങൾ വേണം ഉപയോഗിക്കാൻ. പൊടിച്ചതും അതിൻ്റെ തവിട് കളഞ്ഞതുമായിട്ടുള്ളത് ഒഴിവാക്കുക. റെഡ് മീറ്റ്, അതായത് മട്ടൺ, ബീഫ്, പോർക്ക് തുടങ്ങിയവയെല്ലാം ഒഴിവാക്കുക. പൗൾട്രി ഉപയോഗിക്കാം, അതായത് കോഴിമുട്ടയും കോഴിയുടെ ഇറച്ചിയും ഇതെല്ലാം മിതത്വത്തിൽ ഉപയോഗിക്കാം. പാർക്കിൻസൺസ് രോഗം കാപ്പി കുറേയൊക്കെ ഇത് വരുന്നത് കുറയ്ക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അമിതമായ ഉപയോഗമല്ല, മിതമായ രീതിയിൽ കാപ്പി കുടിക്കുന്നത് നല്ലതായിരിക്കും.